ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥിനികൾ മരിച്ച പാലക്കാട് പനയമ്പാടം മേഖലയിൽ അപകടങ്ങൾ കുറയ്ക്കാനുള്ള റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. മലപ്പുറം SP R വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം ഇന്നലെ പനയമ്പാടത്ത് പരിശോധന നടത്തിയിരുന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. പ്രസാദ് ഉടുമ്പശ്ശേരി തുടരുന്നുണ്ട്. പ്രസാദ്, ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? നമുക്ക് സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? ലക്ഷ്മി, നാളെയാണ് ജില്ലാ കളക്ടർക്ക് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുക. ഇന്നലെ മലപ്പുറം SP R വിശ്വനാഥിന്റെയും അതോടൊപ്പം തന്നെ പാലക്കാട് RTO, എൻഫോഴ്സ്മെന്റ് RTO, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം സ്ഥലം സന്ദർശിച്ചുകൊണ്ട് തന്നെ പരിശോധനകൾ നടത്തിയിരുന്നു. ആ പരിശോധനയിൽ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ അപകടം കുറയ്ക്കാനുള്ള, ആ റോഡിന്റെ അപാകതകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം നാളെ സമർപ്പിക്കുക. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് അവിടെ റോഡിന്റെ പ്രതലത്തിൽ വലിയ തോതിലുള്ള മിനുസമുണ്ട്. അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടി കൂടുതൽ ഗ്രിപ്പുകൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം സ്ഥിരമായി ഡിവൈഡർ സ്ഥാപിക്കണം എന്നുള്ളതാണ്. മീഡിയൻ സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ താൽക്കാലിക മീഡിയൻ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി സ്ഥിരമായി മീഡിയൻ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ തെളിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം. അതോടൊപ്പം തന്നെ കൂടുതൽ റോഡ് സ്റ്റഡ്സുകൾ, അതോടൊപ്പം സ്ലീപ്പർ ലൈനുകൾ എന്നിവയെല്ലാം സ്ഥാപിച്ചുകൊണ്ട് അവിടെ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അടിയന്തരമായി സ്വീകരിക്കേണ്ട നടപടികളെല്ലാം തന്നെ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണം. ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ടത് പിന്നീട് ദേശീയപാത അതോറിറ്റി, അതോടൊപ്പം സംസ്ഥാന സർക്കാരുമാണ് ചെയ്യേണ്ടത്. ദേശീയപാത അതോറിറ്റി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ റോഡ് സുരക്ഷാ ഫണ്ട് ഉപയോഗിച്ച് തന്നെ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഇന്നലെ മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. നാളെ ചൊവ്വാഴ്ചയാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ചുള്ള അവലോകന യോഗം നടക്കുക. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. പ്രസാദ്, കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി തന്നെ എത്തി അവിടെ വാഹനം ഓടിച്ച് പരിശോധന നടത്തിയിരുന്നു. അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് സമാനമായ റിപ്പോർട്ട് തന്നെയായിരിക്കുമോ സമർപ്പിക്കപ്പെടുന്നത്? ലക്ഷ്മി, മന്ത്രി തന്നെ ഇന്നലെ അവിടെ വാഹനം ഓടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം തന്നെയാണ് എന്നുള്ളത് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അവിടെയുള്ള പാർക്കിങ്ങുകൾ, അപകടം കുറയ്ക്കുന്നതിന് വേണ്ടി ഇടതുവശത്തുള്ള പാർക്കിങ്ങുകളുണ്ട്. ആ പാർക്കിംഗ് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ കുറച്ചുകൂടി ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടി കാഴ്ച കിട്ടും. അതോടൊപ്പം തന്നെ വലതുവശത്തേക്ക് കൂടുതൽ വാഹനം കയറ്റാതെ തന്നെ ഡ്രൈവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണം, അതിന് നാട്ടുകാരുടെ കൂടി സഹകരണം ആവശ്യമാണ്. പാർക്കിംഗ് മാറ്റുന്നതിന് ഓട്ടോ സ്റ്റാൻഡ് ഉൾപ്പെടെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ അതിന് നാട്ടുകാരുടെ സഹകരണം അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന റോഡ് സൈഡ്സും സ്ലീപ്പർ ലൈനുകളും സ്ഥാപിക്കുക, ഇത്തരം കാര്യങ്ങളെല്ലാം മന്ത്രി നേരത്തെ കണ്ടുപിടിച്ച കാര്യങ്ങൾ തന്നെയാണ് ഉദ്യോഗസ്ഥ സംഘവും വിലയിരുത്തലിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ചേരുന്ന യോഗത്തിൽ അന്ന് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഇക്കാര്യങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. അതല്ല എങ്കിലാണ് റോഡ് സുരക്ഷാ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുക. ലോറി മറിഞ്ഞ് 4 വിദ്യാർത്ഥിനികൾ മരിച്ച പാലക്കാട് പനയമ്പാടം മേഖലയിൽ അപകടങ്ങൾ കുറയ്ക്കാനുള്ള റിപ്പോർട്ട് നാളെ സമർപ്പിക്കും. മലപ്പുറം SP R വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഉള്ള റിപ്പോർട്ടാണ് നാളെ സമർപ്പിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.